Hi friends, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് അത്രയ്ക്ക് അങ്ങോട്ടൊന്നും വലിയ രീതിയിലൊന്നും മുന്നോട്ടൊന്നും പോകാനുള്ള ശ്രമവും നടത്തിയിട്ടില്ലായിരുന്നു. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, മാർക്കറ്റ് പൊതുവെ ഒരു ബാലൻസ് മോഡിലാണ് പോയത്. നിഫ്റ്റി ഒരു ന്യൂട്രൽ ഡേ ആയിട്ട് ഒരു ന്യൂട്രൽ ഡേ സ്ട്രക്ചറിലാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ന്യൂട്രൽ ഡേ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലറെ സംബന്ധിച്ച് ന്യൂട്രൽ ഡേ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ന്യൂട്രൽ ഡേ സ്ട്രക്ചറിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലെവൽ ട്രേഡിംഗ് പ്രകാരം നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, മാർക്കറ്റ് താഴേക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, വന്ന് പോയായിരുന്നു. അവിടുന്ന് റിവേഴ്സ് ചെയ്ത് മാർക്കറ്റിൽ പോയി. ബാങ്ക് നിഫ്റ്റി അതേപോലെ നമ്മളെ ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റും സെക്കൻഡും തന്നു. മിഡ് ക്യാപ്പ് മാത്രം ഒരു ബെയറിഷ് റെഫറൻസ് പൊട്ടുന്നതിനെ കുറിച്ച് ചിന്ത തന്നില്ല. ആ ഭാഗത്തൊക്കെ തന്നെ കിടന്ന് കൃത്യമായിട്ട് കളിച്ചു. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു ന്യൂട്രൽ സ്ട്രക്ചറാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനത് നമ്മളെ ഓട്ടോ TPM മോഡ് 8 മാറ്റുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ഒരു ഇന്ന് നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മൾ ഫസ്റ്റ് മോർണിംഗിൽ മാർക്കറ്റ് ഇന്ന് 5th അല്ലേ. സോ ഈവനിങ്ങിൽ നമ്മുടെ മോർണിംഗിൽ വന്ന ലോ ആയ എത്രയാണ് 9 കാലിന് വന്നത് ലോ എത്രയാണ് 13,870 ഭാഗം. ഈ ലാസ്റ്റ് വന്ന 867. ചുരുക്കി പറഞ്ഞ ന്യൂട്രൽ സ്ട്രക്ചറിലാണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തേക്കുന്നത്. ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ്. POC 13,908 ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. സോ 13,908 ഭാഗത്തേക്കാണ് ആ POC ഞാനൊന്ന് കൊണ്ടുവരുന്നുണ്ട്. ഇനി ബുള്ളിഷ് ആക്കുന്ന സെയിം ആണ്. 14,000 മുകളിൽ ബൈ, 14,040, 14,085, 14,101 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ബെയറിഷ് റെഫറൻസ് സെയിം ആണ്. 13,800 താഴെ മാത്രമേ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. 13,750, 13,700, 13,657 ഭാഗത്തേക്ക് വരും. സോ മിഡ് ക്യാപ്പ് ന്യൂട്രൽ എക്സ്ട്രീം അപ്പ്, ഇന്നലെ ഒരു ന്യൂട്രൽ. സോ ദർ ഈസ് എ ഹയർ ചാൻസ് ഓഫ് എ ട്രെൻഡിങ് സ്ട്രക്ചർ മിഡ് ക്യാപ്പിൽ പോസിബിൾ ആണ്. കൃത്യമായി ഓർത്തോളുക, ഐദർ നമ്മളെ ഈ ഒരു ലോ പൊട്ടുകയാണെങ്കിൽ ഈ POC ഈ ഒരു വാല്യൂവിന്റെ ഹൈ, അല്ലെങ്കിൽ ഈ 14,180, 14,185 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള സ്ട്രക്ചർ. ന്യൂട്രൽ എക്സ്ട്രീം ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് മിഡ് ക്യാപ്പ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നാളെ ഒരു ട്രേഡ് സെറ്റപ്പ് പോസിബിൾ ആയിരിക്കുന്ന മെയിൻ റിവേഴ്സ് ട്രേഡ് സെറ്റപ്പ് ആണ് POCയിലേക്കുള്ള ന്യൂട്രൽ എക്സ്ട്രീം ട്രേഡ് സെറ്റപ്പ്. അത് ഞാൻ മെന്ററിംഗ് ബാച്ചുകാർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ട്രേഡ് സെറ്റപ്പ് ആണ്. ആ ട്രേഡ് സെറ്റപ്പ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ഒരു പക്ക ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു പക്ക ഒരു ഡേ ആണ്. കൃത്യമായി പറഞ്ഞെങ്കിൽ പെർഫെക്റ്റ്ലി ഒരു ന്യൂട്രൽ ഡേ ആയിട്ട് പിടിക്കാം ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ന്യൂട്രൽ ഡേ ആൾവേസ് ഫോളോ ബൈ എ ട്രെൻഡിങ് സ്ട്രക്ചർ എന്നാണ് മാർക്കറ്റ് പ്രൊഫൈൽ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ദിവസമായി പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇന്നലെ പറഞ്ഞു വന്നില്ലല്ലോ എന്ന് പറഞ്ഞു തരും. പക്ഷെ നോർത്തോളുക, വിത്തിൻ 5 ഡേയ്സിനകത്ത് അടുത്ത എക്സ്പയറിക്ക് മുമ്പേ ഒരു കിഡില മൂവ്മെന്റ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എന്റെ ഒരു സ്ട്രക്ചർ മാർക്കറ്റിൽ പോസിബിൾ ആയിട്ട് വരുന്നതാണ്. സോ മിഡ് ക്യാപ്പിന്റെ ബാങ്ക് നിഫ്റ്റി POC വന്നിരിക്കുന്നത് 54,677 ഭാഗത്തേക്കാണ് POC. ഞാൻ ആ POC ഒന്ന് മാറ്റി വെക്കാം. 54,677 ഭാഗത്തേക്ക് ആ POC ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇനി 54,400 പൊട്ടിയാൽ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച്, ഇപ്പൊ എന്റെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 54,400 താഴെ മാത്രമേ 54,400 താഴെ മാത്രമേ സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ അതാണ് ഫസ്റ്റ് ടാർഗറ്റ് 54,230 ഭാഗത്തേക്ക്, ഏകദേശം 54,230 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് ടാർഗറ്റ് 54,000 ഭാഗത്തേക്ക്, 54,000, 54,000 റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് 53,865 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് പൊട്ടിയാൽ 54,000 വരെയുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി വളരെ കൂടുതലാണ്. ഇനി ബൈ എന്ന് പറഞ്ഞാൽ 54,900, ഇന്നലത്തെ POCക്ക് മുകളിൽ 54,924 ഭാഗത്തേക്കാണ് POC ഇടുന്നത്. സോ ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ മാറിയിട്ടാണ്. ഓപ്ഷൻ സെയിം OA OR ആയിരുന്നു ഇന്നലത്തെ പ്രൊഫൈലിൽ നിന്ന് ഗ്യാപ്
ചെയ്ത് വന്നതാണ്. ന്യൂട്രൽ ഡേ ആണ് വന്നിരിക്കുന്നത്. 54,925 മുകളിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. സോ ഫസ്റ്റ് ടാർഗറ്റ് 55,063 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടന്റ് ഏരിയ 55,063 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് പോകും. അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഇന്നലെ ജിയുടെ ഒരു ജി അല്ല എഫിന്റെ ഹാഫ് ബാക്ക് ആയ 55,200 ഭാഗത്തേക്ക് വരും. എത്രയാണ്? 55,200 ഭാഗത്തേക്ക് വരാം. 55,200 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ 55,421 ഭാഗത്ത് എത്രയാണ്? 55,421 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ റഫറൻസ് ലെവലിൽ കുറച്ച് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് ന്യൂട്രൽ ഡേ സ്ട്രക്ചർ ആണ് ബാങ്ക് നിഫ്റ്റിക്ക്. there is a higher chance of a ട്രെൻഡിങ് സ്ട്രക്ചർ മാർക്കറ്റിൽ പോസിബിൾ ആണ്. പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിക്ക് ലെവൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി അടുത്ത് നോക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയും ഒരു ന്യൂട്രൽ സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ക ന്യൂട്രൽ ഡേ ആണ് നിഫ്റ്റി. ആകത്തെ ഒരു മണിക്കൂർ കട്ടിയിലോ ന്യൂട്രൽ ഡേ സ്ട്രക്ചർ എഫ് ഒന്നുമില്ല. ന്യൂട്രൽ ഓപ്പൺ ഓപ്ഷൻ ഇന്നലത്തെ റേഞ്ചിന്റെ ഭാഗത്ത് ഇന്നലത്തെ ഐ പീരിയഡിന്റെ സിംഗിൾ ഭാഗത്ത് എക്സസിന്റെ ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. കൃത്യമായ ന്യൂട്രൽ ഡേ ആണ്. പിഒസിന്റെ ഭാഗത്തേക്ക് ക്ലോസ് ചെയ്തു. ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ ഡേ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നു. കഴിഞ്ഞ 30 ഏപ്രിൽ ന്യൂട്രൽ ഡേ ആയിരുന്നു. ഇന്ന് ന്യൂട്രൽ ഡേ. സോ ദർ ഇസ് എ ഹയർ മൂവ്മെന്റും വരാനുള്ള ചാൻസ് ഉണ്ട്. പിഒസി നിൽക്കുന്ന 24,037 ഭാഗത്തേക്കാണ് പിഒസി. ഞാൻ ആ പിഒസി തട്ടി മാറ്റി കൊണ്ടുവരാം. 24,037 ഭാഗത്തേക്ക് ആ പിഒസി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ബെയറിഷ് ഓഫർ 23,952 പൊട്ടിയാൽ മാത്രമേ ഞാൻ സെല്ലിംഗ് ഇനി എടുക്കുള്ളൂ. അതാണ് 23,952 പൊട്ടിയാൽ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,900 ഭാഗത്തേക്ക് 23,900 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 23,850 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് എത്രയാണ്? 23,950 23,850 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,800 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടന്റ് 800 ഭാഗത്തേക്ക് വരും. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള സപ്പോർട്ട് ലെവല്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 24,185 പൊട്ടിയാൽ മാത്രമേ ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 24,223, സെക്കൻഡ് ടാർഗറ്റ് 24,283, 80, തേർഡ് ടാർഗറ്റ് 24,328 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ നിഫ്റ്റി ഒന്ന് കയറി വീണ്ടും അടിച്ചു. ആ ഒരു സ്ട്രക്ചറിന്റെ ഭാഗത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മളെ ക്രൂഡ് ഓയിൽ വളരെ വോൾട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രഷർ സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഈ ഒരു പോർലാൻഡ് ഫ്ലാഗ് ബ്രേക്ക്ഔട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ബ്രേക്ക്ഔട്ട് ഒക്കെ സംഭവിച്ചു. അവിടെ നിന്ന് ഫെയിലിയറായി വരുന്നുണ്ട്. സോ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്രൽ ഡേ ആയതുകൊണ്ട് ദർ ഈസ് എ ഹയർ ചാൻസ് ഓഫ് എ ട്രെൻഡിങ് സ്ട്രക്ചർ പോസിബിൾ ആണ്. നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ന്യൂട്രൽ ഡേ സ്ട്രക്ചർ ആണ്. സോ അടിപൊളി ഒരു ട്രെൻഡിങ് സ്ട്രക്ചർ, ഒരു ട്രേഡ് ബ്രേക്ക്ഔട്ട് വരുന്ന രീതിയിലുള്ള ട്രേഡ് താഴോട്ടായാലും മുകളോട്ടായാലും കിഡിലെ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡ്സ് വരാനുള്ള ചാൻസ് മാർക്കറ്റിൽ വളരെ കൂടുതലാണ്. ഇതാണ് പൊതുവെ എനിക്ക് പറയാനുള്ള കാര്യം. സോ ഞാൻ ഇന്ന് നമ്മുടെ ടെലിഗ്രാമിലും യൂട്യൂബിലും നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഓപ്ഷൻസിന് നമുക്ക് നമ്മുടെ മെന്ററിംഗ് മെമ്പേഴ്സിനും മെമ്പർഷിപ്പിന് എല്ലാവർക്കും ഓപ്ഷൻസിന്റെ ടേബിളും കൊടുത്ത് നമുക്ക് അതിന്റെ കൂടെ നമുക്ക് അവർക്ക് എന്ത് കൊടുക്കുന്നു, മാർക്കറ്റിനെ കുറിച്ചുള്ള സ്ട്രക്ചറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണത്. സോ അപ്പോൾ ഒരുമിച്ച് ട്രേഡ് ചെയ്ത് എല്ലാവർക്കും പ്രോഫിറ്റബിൾ ട്രേഡ് ആവാം, കൃത്യമായ രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കും. സോ അതിൽ കൂടുതൽ അറിയാനും ഈ വരാൻ പോകുന്ന മെയ് 15 തുടങ്ങുന്ന നമ്മുടെ മെന്റർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തമിഴ്നാട് കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ.